ഹായ്, ടേസ്റ്റ് ഓഫ് കേരളയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ശ്രീധേഴ്സ് ഡയ കെയർ ഹോസ്പിറ്റലിലാണ്. ഇവിടുത്തെ ചീഫ് ഡയറ്റീഷ്യനാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ്. ഡയറ്റീഷ്യൻ എന്ന് പറയുമ്പം ഷീസ് ഓൾസോ എ ഡോക്ടർ, സോ ഷീസ് ഓൾസോ എ ഗുഡ് കുക്ക്. നല്ലപോലെ പാചകം ചെയ്യാനും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു, നമ്മളെല്ലാവർക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം താല്പര്യമുള്ളതാണ്. പക്ഷേ അതെങ്ങനെ ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ, അതായത് കൊളസ്ട്രോൾ, ഡയബറ്റിക് പേഷ്യൻസ്, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ ഈസി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അങ്ങനെ അറിയില്ല. എന്തായാലും ഇന്ന് നമ്മൾക്ക് ഡോക്ടർ നമ്മളെ ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും. ഡൗട്ട്സ് ഒക്കെ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. എന്തായാലും ഡോക്ടർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ സീ യു അപ്സ്റ്റേഴ്സ്. So I'm with the doctor right now. Doctor, please introduce yourself. Hi, I'm Neeraja. Okay. I'm working here as a chief dietitian in Food Science and Nutrition Department. ഇവിടെ ഈ സ്ഥാപനം നമ്മളൊരു 16 years ആയിട്ട് നടത്തിക്കൊണ്ടുപോവാണ്. ഇവിടെ മെയിനായിട്ടും ഡയബറ്റിക് പേഷ്യൻസ് ആണ് വരുന്നത്. അതല്ലാതെ ഇപ്പോൾ ഡയറ്ററ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഐ ഗെറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേസസ്. ഡയബറ്റീസ് കൂടാതെ പോളിസിസ്റ്റിക് ഓവറി, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ, ഹൈപ്പർ ടെൻഷൻ, ഇതിനെല്ലാത്തിനും ആസ് വി ഓൾ നോ മെഡിസിൻസ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഡയറ്റ് കൊണ്ടും മാനേജ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു 9 വയസ്സ് തൊട്ടിട്ട് ഒരു കുട്ടിയുടെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ ഫാറ്റി സ്ട്രീക്സ് ഓഫ് ഡെപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യും if the child is not having a healthy diet. ഇപ്പോൾ കഴിയുന്നതും കുക്കിങ്ങിനുമൊക്കെ വെജിറ്റബിൾ ഓയിൽസ് യൂസ് ചെയ്യുക, ഒലീവ് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇപ്പോൾ, റൈസ് ബ്രാൻ ഓയിൽ കിട്ടുന്നുണ്ട്, കനോല ഓയിൽ, അങ്ങനെ പല പേരിലും കിട്ടുന്നുണ്ട്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നെയ്യ്, ബട്ടർ, ഇതൊക്കെയാണ്. അപ്പോൾ അതും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ജസ്റ്റ് മേ ബി 5 grams, ദാറ്റ് മീൻസ് ഒരു 1 teaspoon വരെയൊക്കെ ആർക്കും, ഈവൻ അഡൾട്ട്സിന് വരെ അത് കഴിക്കാം. പ്രോട്ടീൻ പറയുകയാണെങ്കിൽ കഴിയുന്നതും ലോ ഫാറ്റ് പ്രോട്ടീൻസ് സെലക്ട് ചെയ്യുക, ലൈക്ക് ചിക്കൻ, ഫിഷ് ഓർ എഗ് വൈറ്റ്. കുട്ടികൾക്ക് ഫുൾ എഗ് കൊടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. കുട്ടികൾക്ക് അതും ആഴ്ചയിൽ ഒരു 3 times മോർ ദാൻ എനഫ്. അഡൾട്ട്സിന് ദേ ക്യാൻ ഗോ ഫോർ എഗ് വൈറ്റ്. എഗ് വൈറ്റ് 2-3 എഗ് വൈറ്റ് കഴിക്കുന്നതിനെ കൊണ്ടും ഒരു പ്രോബ്ലം ഇല്ല. അല്ല, ഡെയിലി 3 egg whites. 3 egg whites means it's just protein. അവരെ വെജിറ്റബിൾസ് കഴിക്കാൻ കുറച്ചും കൂടി അധികം പ്രേരിപ്പിക്കുക. അപ്പോൾ ഞാൻ അതിനുള്ള ചെറിയ ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഡോക്ടർ ഇങ്ങനത്തെ ടിപ്സ് മാത്രമല്ല, ആക്ച്വലി നമുക്കിന്ന് 2 ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാം. അതായത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. ഡോക്ടർ, ഈ ഹോസ്പിറ്റലിൽ കിച്ചൺ ഒക്കെ ഉണ്ടോ ഡോക്ടർ? അതൊക്കെ ഉണ്ട്. ഫോളോ മീ. ഹോസ്പിറ്റലിൽ ഒരു കിച്ചൺ സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ, അപ്പോൾ നമ്മളിന്ന് 2 ഡിഷാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത്. ഒരെണ്ണം വെജും പിന്നെ ഒരു നോൺ വെജ് ഐറ്റവും. അപ്പോൾ ആദ്യം നമ്മൾ നോൺ വെജ് ആയിട്ടാണ് കാണിക്കുന്നത്. നോൺ വെജ്, ഇതെന്താണ് നോൺ വെജ് ഐറ്റം? ഇത് മെക്സിക്കൻ കബാബ് റോളാണ്. ഓക്കെ. അപ്പോൾ മെക്സിക്കൻ ഡിഷിന് തന്നെ ചെറുതായിട്ട് ഒരു ഇന്ത്യൻ ട്വിസ്റ്റ്, കുറച്ച് നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെക്സിക്കൻ കബാബ് റോളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ചിക്കനാണ്. ചിക്കൻ്റെ മെയിനായിട്ടും ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കാൻ 2 കാരണമുണ്ട്. ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രസ്റ്റ് പീസിലാണ് ഏറ്റവും അധികം കുറവ് ഫാറ്റ് ഉള്ളത്. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ ഒരു 1/2 hour മാരിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് മാരിനേറ്റിന് വേണ്ട സാധനങ്ങൾ, ഒന്ന് കൊക്കോ പൗഡറാണ്, പിന്നെ ഉള്ളത് ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ ഇവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അധികം സ്പൈസി ആയിരിക്കില്ല. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സാധനം ഓറിഗാനോ എന്നാണ് പറയുന്നത്. ഓറിഗാനോ. അപ്പോൾ ഈ ഓറിഗാനോ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് മല്ലിയില യൂസ് ചെയ്താലും മതി. പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഫൈൻലി ഡൈസ്ഡ് ഗാർലിക്. ഗാർലിക് നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ് ഗാർലിക്. കൊളസ്ട്രോൾ ചുരുങ്ങാനും, പിന്നെ അതുപോലെ തന്നെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗാർലിക്കാണ് ബെസ്റ്റ് മെഡിസിൻ ഫോർ ദാറ്റ്. പിന്നെ വരുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ മെയിനായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഇടുന്ന സാധനങ്ങളൊക്കെ ഈ ചിക്കനിൽ ഈവൺ ആയിട്ട് കോട്ട് ചെയ്യാൻ വി നീഡ് ചെറിയ ക്വാണ്ടിറ്റി ഓഫ് കോൺഫ്ലവർ.
പിന്നെ പെപ്പർ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്. ഓക്കെ. സാധാരണ ബ്ലാക്ക് പെപ്പർ പൗഡർ ആയാലും കുഴപ്പമില്ല. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ആൻഡ് ഓയിൽ. പുറത്ത് വെച്ച കട്ടിയാവാത്ത ഓയിലുകൾ എല്ലാം ഹാർട്ടിന് നല്ലതാണ്. പിന്നെ വരുന്ന വെജിറ്റബിൾസ് ഇവിടെ ഒന്ന് ബേബി കോൺ ആണ്. പിന്നെ സവോള നമ്മൾ ഇങ്ങനെ അല്ലികളായിട്ട് അടർത്തിയെടുത്തിരിക്കുകയാണ് സവോള. പിന്നെ കൂന്, അത് എഗെയിൻ മഷ്റൂം ഇതുപോലെ തന്നെ ഹാർട്ടിന് വളരെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസ് നല്ലതാണ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് കൊബാൾട്ട് ആൻഡ് സിങ്ക്. ബിക്കോസ് അതാണ് മെയിനായിട്ട് ഇൻസുലിൻ അപ്ടേക്ക്, മെറ്റബോളിസം ഇതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് സിങ്ക് ആണ്. ദിസ് ഇസ് എ നാച്ചുറൽ സോഴ്സ് ഓഫ് സിങ്ക്. പിന്നെ വരുന്നത് തൈരാണ്. മെയിനായിട്ട് ലാക്ടോബാസിലസ് ആണ് ഇതിലുള്ളത്. ആൻഡ് ദിസ് ഇസ് എ വേ. ഈ വേ ആക്ച്വലി ഇറ്റ് ഇസ് റിച്ച് ഇൻ ലാക്ടോബാസിലസ്. ദിസ് ഇസ് ഗുഡ് ഫോർ യു. പിന്നെ ക്യാപ്സിക്കം നമ്മളിവിടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഇവിടെ 2 തരം ക്യാപ്സിക്കം യൂസ് ചെയ്തിട്ടുണ്ട്. റെഡ് ക്യാപ്സിക്കം ആൻഡ് ദ ഗ്രീൻ ക്യാപ്സിക്കം. അപ്പോൾ നമുക്ക് ഡോക്ടർ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ള നമ്മുടെ മെക്സിക്കൻ കബാബ് റോൾ അല്ലേ, അതെ, ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വളരെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ഇൻഗ്രീഡിയൻറ്റ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി ആദ്യം വിൽ സ്റ്റാർട്ട് വിത്ത് കൊക്കോ പൗഡർ. ഓക്കെ. 2 teaspoons ഓഫ് കൊക്കോ പൗഡർ. ഓക്കെ. 200 ഗ്രാം ചിക്കനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്രസ്റ്റ് പീസാണ്. അതിൽ 2 ടീസ്പൂൺ ഓഫ് കൊക്കോ പൗഡർ ആൻഡ് 1 teaspoon ഓഫ് ചില്ലി പൗഡർ. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ. 1 teaspoon ഓഫ് ഒറിഗാനോ. ഓറിഗാനോ ഇല്ലെങ്കിൽ മറ്റേത് അല്ലെങ്കിൽ മല്ലിയില, കൊറിയാൻഡർ, മല്ലിയില മുറിച്ചിട്ട് മതി. പിന്നെ വെളുത്തുള്ളി. ഓക്കെ. വെളുത്തുള്ളി അഗെയിൻ വി ആർ ആഡിങ് 2 teaspoons. 2 ടീസ്പൂൺ. Yeah. 2 teaspoons ഓഫ് ഗാർലിക്. പിന്നെ കോൺഫ്ലവർ 2 ടീസ്പൂൺ ആഡ് ചെയ്യാണ്. ഉപ്പ് ആവശ്യത്തിനനുസരിച്ച്, അധികം വേണ്ടാത്തൊരു അത് കെയർഫുള്ളായിട്ട് ആഡ് ചെയ്യാം. ദെൻ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് യൂസിങ് 2 teaspoons ഓഫ് ഓയിൽ. പിന്നെ തൈരാണ്. തൈര് നമ്മളിവിടെ 3 ടീസ്പൂൺ തൈര് യൂസ് ചെയ്യാൻ പോവാണ്. 3 or 4 ആയാലും കുഴപ്പമില്ല. പിന്നെ വി ആർ ആഡിങ് ഇത് ഉള്ളി മുറിച്ച് വെച്ചത്. ഇതിലേക്ക് മാരിനേഡ് പിടിക്കണം, അതുകൊണ്ട് നമ്മൾ ഇതും ആഡ് ചെയ്യാണ്. ക്യാപ്സിക്കം ഒരു 5-8 പീസ് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കോ, ഗ്രീൻ ക്യാപ്സിക്കോ ആഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം മഷ്റൂം മറക്കാൻ പാടില്ല. 5-6 pieces ഓഫ് മഷ്റൂം. 1 teaspoon ഓഫ് പെപ്പർ പൗഡർ. ഓക്കെ. അതിന് ശേഷം നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യണം. ഒരു മിനിമം ഓഫ് ഹാഫ് ആൻ അവർ ഇത് മാരിനേറ്റ് ചെയ്യും. അതെ, ഇത് ഹാഫ് ആൻ അവർ എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം, എന്നാലേ ഇതിൽ ശരിക്കും നല്ലതുപോലെ എല്ലാം പിടിക്കുള്ളൂ. ഹാഫ് ആൻ അവർ മുന്നേ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതിനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് സാറ്റേ സ്റ്റിക്സ്. ഇപ്പോൾ ഈ സ്റ്റിക്സ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇർക്കിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ ലെയറായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ടു സ്റ്റാർട്ട് വിത്ത് നമ്മൾ ചിക്കൻ കുത്താം. ഡോക്ടർ, അപ്പോൾ ഈ തടി കുറയുന്ന കാര്യത്തിൽ പലരും പട്ടിണി കിടന്നൊക്കെ തടി കുറയുന്നവരുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? പട്ടിണി കിടന്നാൽ ഒരിക്കലും തടി കുറയില്ല. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. പട്ടിണി കിടന്നാൽ നമ്മൾ കുറയുന്ന വെയിറ്റ് നമ്മുടെ ലീൻ ബോഡി മാസ്സാണ് കുറയുന്നത്. ഈ പട്ടിണി കിടന്ന് തടി കുറയുന്ന ആൾക്കാർ 2 ദിവസം കഴിച്ച് അതേപോലെ തടി വരുന്നത് കണ്ടിട്ടില്ലേ? നമുക്ക് പോകേണ്ടത് ഫാറ്റാണ്. ലീൻ ബോഡി മാസ് പോകുമ്പോൾ നമ്മൾ ആകെ ഒരു ഡ്രെയിൻഡ് ഔട്ട് ആവും, എക്സോസ്റ്റഡ് ഫീലിംഗ്, പെട്ടെന്ന് ടയേർഡ് ആവുക, പിന്നെ തലകറങ്ങി വീഴുക, അസുഖങ്ങൾ കൂടെ വരിക. അപ്പോൾ ശരിക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ മാത്രമേ നമുക്ക് വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ 3 നേരം ഭക്ഷണം കഴിക്കും, 3 നേരമായിട്ട് ഫുഡ് കഴിക്കും. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് മിക്കപ്പോഴും സ്കിപ്പ് ചെയ്യും, ലഞ്ച് ഹെവി ആവും, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ലഞ്ചിൻ്റെ ഇടയിൽ ഒരു ലോങ് ഗ്യാപ്പ്. അങ്ങനെയാണ് മിക്ക ആൾക്കാരും ചെയ്യുക. ആൻഡ് രാത്രി ഇതുപോലെ ഒരു ലേറ്റ് ആയിട്ട് 10 മണി 11 മണിക്ക് അവർ നല്ലോണം ഫുഡ് കഴിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും വെയിറ്റ് കൂടാനും വയറ്
വരാനും ഉള്ള മെയിൻ കാരണം. ഓക്കെ. അപ്പം ശരിക്കും വേണ്ടത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഫസ്റ്റ് തിങ് ഇസ് നെവർ വേക്കപ്പ് വിത്ത് എ ടീ ഓ കോഫി. അതായത് കാപ്പിയോ ചായയോ അല്ല ആദ്യം കഴിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുക, എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ ഓഫ് എക്സസൈസ്, എന്തെങ്കിലും എനി ഫോം ഓഫ് എക്സസൈസ്, ഒന്നില്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ യോഗയോ വിച്ചവർ യോ കൺവീനിയൻറ്റ് വിത്ത്, കംഫർട്ടബിൾ വിത്ത്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് എന്തെങ്കിലും ചെറിയ തോതിൽ എക്സസൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യു ഹാവ് എ ഹോൾസം ബ്രേക്ക്ഫാസ്റ്റ്. ഒരു 1.5 hours കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് അതിൽ ഡെഫിനറ്റ്ലി ഒരു പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ 3 egg വൈറ്റോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് സ്കിം മിൽക്കോ അങ്ങനെ എന്തെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് യു ആർ സ്റ്റാർട്ടിങ് ദ ഡേ. അത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിച്ചോളൂ, പ്രോബ്ലം ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടീയോ കോഫിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ജ്യൂസ് വേണ്ട, വെരി റോങ്. ഫ്രൂട്ട് നോട്ട് ജ്യൂസ്. ഫ്രൂട്ട് തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെ. ഫ്രൂട്ടിന്റെ തോലൊക്കെ കളഞ്ഞ് നമ്മൾ ആ മിക്സിയിലിട്ട് അടിച്ച് അത് അരിച്ച് അതിന്റെ ഫൈബർ മുഴുവൻ കളഞ്ഞിട്ടാണ് ജ്യൂസ് കുടിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ജസ്റ്റ് എംപ്റ്റി കാലറീസ്. ഒരുപാട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഫൈബർ. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അപ്പം അതൊരിക്കലും ചെയ്യരുത്. ഫ്രൂട്ട് കഴിക്കുന്നത് ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുക. അത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കാണ് ഭേദം. പക്ഷെ എവറി 2 hours എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ദാറ്റ് ക്യാൻ ബ്രിങ് അപ്പ് യുവർ മെറ്റബോളിക് റേറ്റ്. Every 2 hours throughout the day. And last meal should end 2 hours before going to bed. Okay. That is around 7:30. 7:30 മണിയൊക്കെ ആകുമ്പോൾ ലാസ്റ്റ് മീൽ കഴിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോ കാർബോഹൈഡ്രേറ്റ്സ്. ഇനി നമ്മളിത് ഗ്രിൽ ചെയ്യാൻ പോവാണ്. അതെ, നമ്മൾ ഗ്രിൽ ചെയ്യാൻ പോവാണ്. പാൻ ചൂടായി കഴിഞ്ഞു. നമ്മളിത് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇതിങ്ങനെ ഒഴിച്ചാലും ഈ ഗ്രിഡിൻ്റെ ഉള്ളിൽ പോയി നിന്നോളും. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പാൻ നല്ലോണം ചൂടാവണം. ഇത് അതൊക്കെ ഇതിലോട്ട് ഇടാൻ പോവാണ്. ഓക്കെ. ഇതൊരു മെക്സിക്കൻ ഡിഷാണ്. ഇന്ത്യൻ ടച്ച് കൊടുത്തിട്ട് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ തൈര്, പിന്നെ മുളക് പൊടി, അപ്പോൾ ഇതൊന്നും അതിൽ ശരിക്കും വരുന്നതല്ല. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ട്വിസ്റ്റ് കൊടുത്ത് പിന്നെ നമ്മൾ റോൾ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിയിലാണ്. ഡോക്ടർ, ഈ ഫുഡ് ഹാബിറ്റ്സിൻ്റെ കാര്യത്തിൽ ചിലർ കുറേ കഴിക്കും, ചെറുപ്പം മുതലേ കുറേ കഴിപ്പിച്ച് പഠിക്കുന്ന. ചെറുപ്പം മുതലേ കുറേ കഴിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതായി കഴിഞ്ഞാലും വയറ് ശരിക്കും ഒരു എലാസ്റ്റിക് പോലെയാണ്. അപ്പോൾ അത് കഴിക്കുന്നതനുസരിച്ച് പിന്നെ വലുതായിട്ടിരിക്കും. പിന്നെ നമുക്ക് അത്രയും കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വയറ് നിറയുള്ളൂ തോന്നും. പിന്നെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വയറ് അങ്ങോട്ട് ഫുള്ളാവുന്നവരെ കഴിക്കരുത്. ഒരു ഹാഫ് ഫില്ല് ചെയ്യുക, 1/4 വിത്ത് വാട്ടർ ആൻഡ് റിമൈനിങ് 1/4 സ്പേസ് ഇതിനൊക്കെ ഒന്ന് മൂവ് ചെയ്ത് ഡൈജഷന് വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പം വെള്ളം സാധാരണ കഴിച്ചപ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. കഴിയുന്നതും ബിഫോർ ഫുഡും ആഫ്റ്റർ ഫുഡും കഴിക്കുക. വെള്ളം ഇപ്പോൾ വെള്ളം ഞാൻ പറഞ്ഞു ഹാഫ് വരെ ഫില്ല് ചെയ്യുക. ഫുൾ വയറ് നിറയരുത്, ഹാഫ് ഫില്ല് ചെയ്യുക. ബാക്കി കുറച്ച് വെള്ളം കുടിക്കുക. പിന്നെ ബാക്കിയുള്ള സ്പേസ് ഈ ഇൻഡസ്റ്റൈനൽ എന്താ പറയുക, നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസസിനും നിങ്ങൾക്ക് ഡൈജഷന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പതുക്കെ തിരിച്ചിടാൻ പോവാണ്. ഈ സൈഡ് കണ്ടോ, ബ്രൗണ്ടായി. ഡോക്ടറിന്റെ സ്കിൻ കണ്ടില്ലേ, ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ. ഇതുപോലത്തെ സ്കിന്നിന് എന്താ ചെയ്യണം ഡോക്ടർ? ഗുഡ് കോംപ്ലക്ഷന് ദ ബേസിക് തിങ് ഇസ് നല്ലോണം എയറേഷൻ, അതായത് ഓക്സിജൻ. ദാറ്റ് ഇസ് ബേസിക്കലി എക്സസൈസ്. ഇപ്പോൾ യോഗ ഇസ് വൺ മെത്തേഡ്, അല്ലെങ്കിൽ എനി ഫോം ഓഫ് എക്സസൈസ്. അപ്പോൾ ദാറ്റ് ഇംപ്രൂവ്സ് യുവർ കോംപ്ലക്ഷൻ. പ്രോപ്പറായിട്ട് നമ്മുടെ ഇൻഹലേഷൻ എക്സലേഷൻ യോഗയിലുണ്ടല്ലോ, ബ്രീതിങ് എക്സസൈസസ് തന്നെ കുറേ തരം. അപ്പോൾ അത് ബേസിക്കലി നമ്മുടെ ഓക്സിജനേഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ടിഷ്യൂസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. നമ്മുടെ എന്താ പറയുക, എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ബോഡിയിൽ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് ചെയ്യുന്നത് ബേസിക്കലി കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ യുവർ ഡയറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. 3 to 5 servings ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഡെയിലി കഴിക്കണം. പിന്നെ വെള്ളമാണ് ഏറ്റവും നല്ല മെഡിസിൻ. അറ്റ്ലീസ്റ്റ് 10 glasses ഓഫ് വാട്ടർ എ ഡേ, 10 to 12 glasses ഓഫ് വാട്ടർ. അപ്പോൾ അതിനെ എലിക്സർ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് തന്നെ കാരണം എല്ലാ ഓർഗൻ്റെയും പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വെള്ളം വളരെ ആവശ്യമാണ്. ആവശ്യത്തിന് വെള്ളം കുടിച്ച് നിൽക്കുകയാണ്. നന്നായിട്ട് ഇപ്പം ഏകദേശം കുക്ക്ഡായി. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞ പോലെ മെക്സിക്കൻ
റാപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ റാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചപ്പാത്തിയാണ്. ഒരു ഇന്ത്യൻ ടച്ച്. അപ്പോൾ നമ്മളിതാ ഇവിടെ ചപ്പാത്തി ഇവിടെ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ, പക്ഷേ ഇവിടെ ഒരു ഗ്രീൻ ഇതെന്താന്ന് വിചാരിക്കണ്ടാവില്ല സാർ. അപ്പൊ ഇത് നമ്മൾ വെള്ളത്തിന് പകരം നമ്മൾ സാധാരണ പാലക്ക് കിട്ടൂല, പാലക്ക് ചീര, സ്പിനച്ച്, പാലക്ക് ചീര ഒന്ന് സ്റ്റീം ചെയ്തിട്ട് അപ്പൊ തന്നെ മിക്സിയിൽ അരച്ചിട്ട് അത് കൂട്ടിയിട്ടാണ് ഈ ചപ്പാത്തി കുഴച്ചിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും പിള്ളേരെ പറ്റിക്കാനാണ്. മാത്രമല്ല മിക്ക പിള്ളേർക്കും സ്പിനച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ ചപ്പാത്തി കഴിക്കാനും കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. സെയിം ടൈം ഈ സ്പിനച്ച് അകത്താവും ചെയ്യും. ആൻഡ് ദിസ് ഇസ് സാധാരണ ചപ്പാത്തി വെച്ചിട്ട് സാധാരണ നമ്മൾ കുഴക്കുന്ന പോലെ ചപ്പാത്തി കുഴച്ചിരിക്കുകയാണ്. നമുക്കിത് പരത്തിയെടുക്കാം. ഓക്കെ. സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ ചുട്ടെടുക്കാം. ടേസ്റ്റിലും വ്യത്യാസം വരില്ല? ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇത് വേണമെങ്കിൽ ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളു ജീര പൗഡർ എന്ത് വേണമെങ്കിലും നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ആഡ് ചെയ്യാം. പിള്ളേരെ പറ്റിക്കാൻ ഏറ്റവും എളുപ്പം എന്ത് വെജിറ്റബിൾ അവർക്ക് കഴിപ്പിക്കണം തോന്നുന്നോ അത് ആട്ടയിലിട്ട് കുഴയ്ക്കുക. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് മെയിനായിട്ട് നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഇതിൽ ബേസൻ, അതായത് കടലമാവിൻ്റെ പൊടി, കടലമാവ് ഈ ഇൻസുലിൻ മെറ്റബോളിസത്തിലും ഇൻസുലിൻ അപ്ടേക്കിൽ സിന്തസിസിൽ ഇതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ബേസൻ, അതിലുള്ള പ്രോട്ടീൻ. അപ്പോൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഒരു 3 കപ്പ് ഓഫ് നമ്മൾ ആട്ട എടുക്കുകയാണെങ്കിൽ 1 കപ്പ് കടലമാവിൻ്റെ പൊടി എടുക്കുക, എന്നിട്ട് കുഴയ്ക്കുക. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പിടാം. ആൻഡ് എന്താ വേണ്ട വെച്ചാൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ അത് ഇടാം. ചപ്പാത്തി റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സേറ അത് മറിച്ചിട്ട് ക്ഷീണിച്ചു. നല്ല ചൂടല്ലേ? ചൂടുണ്ട്. ഓക്കെ. 2 സൈഡും ഈവൺ ആയിട്ട് കുക്ക് ചെയ്തു ചപ്പാത്തി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ട് റാപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് ആവശ്യമുള്ള 3 സാധനങ്ങളാണ്, ഡെക്കറേഷൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ. ഒന്ന്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ലോ ഫാറ്റ് മയനൈസ് ആണ്. ഇപ്പം കൊളസ്ട്രോളൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ മയനൈസ് യൂസ് ചെയ്യണമെന്നില്ല. അതിന് പകരം നമുക്ക് തൈരുണ്ടല്ലോ, തൈര് ഒരു അരിപ്പയിൽ ഒഴിച്ച് വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ആ തൈര് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൽ വേണമെങ്കിൽ യു ക്യാൻ ആഡ് കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്യുക, കുറച്ച് ഗാർലിക്, ഫൈൻലി ഡൈസ്ഡ് ഗാർലിക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട്, അതായത് വെളുത്തുള്ളി മിക്സ് ചെയ്തിട്ട് ആദ്യം അത് ഒരു ലെയർ ഇങ്ങനെ, ഇതിപ്പോൾ മയനൈസാണ് അപ്പം ലോ ഫാറ്റ് ആണ്, കുഴപ്പമില്ല. അപ്പോൾ ഇത് ആദ്യം തേക്കുക. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ സ്പ്രിങ്കിൾ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പ്രിംഗ് ആനിയൻസ്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. റെഡ് ചില്ലി ഫ്ലേക്സ് ഇടുക. എന്നിട്ട് ഈ ചിക്കൻ ഒരെണ്ണം എടുക്കുക. ഇതെല്ലാം അതിൻ്റെ അകത്ത് പതുക്കെ പതിയെ ഇതിങ്ങനെ അതേ ഷേപ്പില്ല, അതേ ഓർഡറിലാണോ? ഓർഡറിൽ. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പതിയെ റാപ്പ് ചെയ്യാം. ഇത് ഇങ്ങനെ എടുത്ത് ഓക്കെ. ഹെൽത്തി മെക്സിക്കൻ കബാബ് റോൾ റെഡിയായി. ഇത് കണ്ടറിയാം ഹെൽത്തിയാണ്. ഫുൾ പച്ചയും ഫുൾ ലീവ്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. അകത്ത് കുറച്ച് ചിക്കൻ ഉണ്ടെന്നേ ഉള്ളൂ. ചിക്കൻ ലീൻ മീറ്റ് ആണ് എടുത്തിരിക്കുന്നത്, ഫാറ്റ് തീരെ ഇല്ലാത്ത ചിക്കനാണ്. ആബ്സല്യൂട്ട്ലി സേഫ്. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പ്ലീസ്? ഓക്കെ. സോ ഐ ആം ഗോണ ടേസ്റ്റ് ദിസ്. അതായത് ടൂത്ത് പിക്ക് ആരും കടിച്ച് വിഴുങ്ങരുത്. അതെ, അത് മാറ്റാം, പക്ഷേ ഇപ്പം മാറ്റണ്ട. സോ ഐ ആം ഗോണ ഹാവ് എ ബൈറ്റ്. It's amazing. Thank you. This is one yummy mummy. You have a son, no? Yeah, of course I have. Vishnu. Yeah. He must be really lucky to have a mom like you. അതായത് ഇത്രയും ഹെൽത്തി ഫുഡ് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ then what more do you need? It's really nice. Take one more bite.
It's really nice, doctor. Taste of King.